നമ്മളെ ശതാവരിക്കത് എങ്ങനെ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അതേപോലെ തന്നെ വലിയ ഔഷധ ഗുണമുള്ള ഒരു കൂവച്ചെടിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ കൂവച്ചെടി നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു ഈ കൂവ. അപ്പം പണ്ടൊക്കെ നമ്മളിത് ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത് പുഴുങ്ങിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരെണ്ണമായിരുന്നു. അപ്പം ഇതിൻ്റെ കിഴങ്ങുണ്ടല്ലോ, അത് നമ്മളെ എടുത്തിട്ട് പൊടിയാക്കി ഉപയോഗിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആഹാരമാണ് ഈ കൂവപ്പൊടി. അപ്പോൾ നമുക്ക് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് വളരെ നല്ല ഒരു ഔഷധമായിട്ട് നമ്മൾ പണ്ട് മുതലേ കണക്കാക്കി പോകുന്ന ഒന്നാണ് കൂവ. വയറിൻ്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ് ഈ കൂവയെ. അപ്പോൾ ഈ കൂവപ്പൊടി നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് ഒക്കെ വരുന്നതിന് ഈ കൂവപ്പൊടി നമുക്ക് കാച്ചി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് ആശ്വാസം കിട്ടും. ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒന്നാണ് ഈ കൂവച്ചെടി. അപ്പോൾ ഞാനിത് ഒരു ട്രമ്മിനകത്ത് വളർത്തിയതാണ്. അപ്പോൾ ട്രമ്മിനകത്താകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്കിത് ഇളക്കിയെടുക്കാൻ വളരെ വേഗം ഇളക്കിയെടുക്കാം. മറ്റേ മണ്ണിനകത്താകുമ്പോൾ ആരോ റൂട്ടെന്നല്ലേ എൻ്റെ പേര്. അപ്പോൾ ആരോ പോലെ തന്നെ ഇത് താഴോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ദൂരത്തിൽ പോകും. അപ്പോൾ ഇളക്കിയെടുക്കാനൊക്കെ പാടല്ലേ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ കിഴങ്ങൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൂവക്കിഴങ്ങ് ഞാൻ കഴിഞ്ഞ വർഷം നട്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാവേ. കിഴങ്ങായി വരുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് ആരോ റൂട്ട്, ആരോ പോലല്ലേ അതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ പിഴുതെടുക്കാൻ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഇതിനകത്ത് തന്നെ വെക്കാം. കാരണം ഇത് വിളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വേറെ കുറച്ച് പൂവൊക്കെ വേറെ ട്രമ്മിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കേ നാളെ എങ്ങനെയാണ് ഈ കൂവപ്പൊടി ആകുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് ഈ ട്രമ്മിൽ തന്നെ നോക്കാം. അപ്പോൾ ഇത് കിഴങ്ങ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് കിഴങ്ങായി കാണുമെന്ന്. വേറെ കുറച്ച് കിഴങ്ങ് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂവപ്പൊടി ആക്കുന്നത് എങ്ങനെയാണെന്ന് നാളെ നമുക്കൊരു വീഡിയോ ചെയ്യാം.